ഒരു മാസം ഖത്തർ ഭരണാധികാരി, രണ്ടാമത്തെ മാസം UAE ഭരണാധികാരി, ഇവരെല്ലാവരും കൂടെ ഇന്ത്യയിലോട്ട് മാറി മാറി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സംഘികളാണെങ്കിൽ ഇരുന്ന് കുറ്റം പറയുന്നത് നമ്മുടെ മാത്യു സാമുവലിനെ പോലത്തെ ചില കാട്ടം ഐറ്റംസ് ഇരുന്ന് പറയുന്നത് ഖത്തർ മേധാവി ഇവിടെ വന്നത് ഇന്ത്യയുടെ മോദിയുടെ കാല് പിടിക്കാനാണ്, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ UAE നമ്മുടെ ഷെയ്ഖ് ഹംദാൻ വന്നത് ആരുടെ കാല് പിടിക്കാനാണെന്നാണോ നമ്മുടെ നാട്ടിലെ സംഘികൾ ഇറക്കാൻ പോകുന്നത് പടച്ച് തമ്പുരാൻ അറിയാം. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ മോദിജി നേരിട്ട് പോയിട്ടും മറ്റേ കാര്യത്തിൽ നമ്മുടെ സ്വന്തം കോവിയണ്ണൻ നേരിട്ട് പോയിട്ടുമാണ് സ്വീകരിച്ചത്. എന്താണെങ്കിലും നമുക്ക് ആ സ്വീകരണം ഒന്ന് കാണാം. നമ്മുടെ മോദിജി ഷെയ്ഖ് ഹംദാനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് സ്വന്തം വീട്ടിലോട്ട് ആനയിക്കുന്ന ഒരു രംഗമുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. चेतन थोड़ा महाराणा प्रताप के जीवन के साथ जुड़ा हुआ है, जुड़ा है। और महाराणा प्रताप हर लड़ाई में किसी चेतन थोड़े से महाराणा प्रताप तो मैं बहुत संकट की स्थिति में खुद भी बहुत घोड़े ने भी आकर बहुत चकोड़े दिखाकर महाराणा प्रताप को युद्ध भूमि से सफलतापूर्वक बाहर निकालते को पहचान मिले। हर मोहल्ले में, हर घरों के बाहर रखते हैं, उसमें दाने डालते हैं ताकि कोई भी पंछी आए तो यहाँ पर आ सकते हैं। तो शाम को तो पूरा भर जाता है। ये हमारे यहाँ ट्रेडिशन है, पूरे हिंदुस्तान में है। हमारे दादा जब भारत आए थे उस वक्त का है और 1974 का है। मैं समझता हूँ ये मेरे लिए बहुत मूल्यवान तोहफा है। هدية لي في المستوى. എന്താണെങ്കിലും കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകൾ തന്നെ അല്ലേ. നമ്മുടെ ഷെയ്ഖ് ഹംദാൻ എന്ന സമയത്ത് മോദിജി കാണിച്ചു കൊടുത്തത് മഹാറാണ പ്രതാപിൻ്റെ കുതിരയുടെ ഒരു സ്റ്റാച്യു ആണ് കാണിച്ചു കൊടുത്തത്. യുദ്ധത്തിൽ റാണ പ്രതാപിനെ ജീവൻ രക്ഷിച്ച കുതിര. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഈ പക്ഷികൾക്ക് ഇങ്ങനെ എന്താ പറയുക ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുന്ന സ്ഥലമുണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുത്തത്. എനിക്കറിയില്ല ഇന്ത്യയിൽ എടുത്തുണ്ടോ എന്നൊക്കെ. എന്തായാലും നല്ല കാര്യം. പിന്നെ കാണിച്ചത് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദിൻ്റെ അല്ല, ഷെയ്ഖ് സായിദിൻ്റെ പഴയ ഡ്രസ്സ്. പുള്ളി പണ്ട് ഇവിടെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്ത ഒരു പഴയ ഡ്രസ്സിൻ്റെ ആ പുറത്തിടുന്നതുണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോക്കെ കാണിച്ചു കൊടുത്തത്. എന്തായാലും കാണാനൊക്കെ ഭയങ്കര രസമുണ്ട്. ഇത് കാണുമ്പോൾ സംഘികൾക്ക് കുരു പൊട്ടൂലേ എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. നമ്മുടെ നാട്ടിലെ സംഘികൾ അതിപ്പോൾ നമ്മുടെ RSS BJP ആരാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ, ഇവിടെ UAE-നെയും സൗദിനെയും ഖത്തറിനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ലേഖനങ്ങൾ ഇറക്കുന്ന, ഇവിടെ അവരെ പറ്റി അവിടുത്തെ ഇസ്ലാമിക നിയമത്തിനെ പറ്റി കുറ്റങ്ങൾ പറയുന്ന, ഇസ്ലാമിക നിയമങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കുകയാണ്, അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, ഇവിടുന്ന് പോകുന്ന ആളുകൾ അവിടെ തീവ്രവാദത്തിന് പൈസ കളക്ട് ചെയ്ത് ഇന്ത്യയിലോട്ട് അയച്ച് ഇന്ത്യയിൽ തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ, അതായത് ഇസ്ലാമിക് കൺട്രി ആക്കി ഇന്ത്യനെ മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ കംപ്ലീറ്റ് അടിച്ചമർത്തുന്ന, അത് പല പല ബില്ലുകളുടെ പേരിലാണെങ്കിലും വേണ്ടില്ല, പല പല പുതിയ നടപ്പാക്കാൻ പോകുന്ന CA ആയിക്കോട്ടെ, NRP ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പേരിൽ ഇന്ത്യൻ മുസ്ലിമിനെ അടിച്ചമർത്താൻ ഒരു സൈഡിലൂടെ എല്ലാ ചരടും വലിക്കുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഭരണം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പം ഖത്തറിൻ്റെ എന്താ പറയുക, നമ്മുടെ അമീർ ഇവിടെ വന്ന സമയത്ത് ഏകദേശം 10 ബില്യൺ ഖത്തറി റിയാലിൻ്റെ ദിറംസിൻ്റെ ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം UAE ഈ ഭരണം നമ്മുടെ എന്താ പറയുക ക്രൗൺ പ്രിൻസസ് ആയിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ഇവിടെ വന്നതും ഇതുപോലെ വല്ല പ്രൊജക്റ്റുകൾ സംസാരിക്കാനും അതല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ടേംസിനൊക്കെ തന്നെ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യ അങ്ങോട്ട് വികസിക്കുകയാണല്ലോ. അത് ഇന്ത്യ വികസിക്കുക തന്നെയാണ്. ഇന്ത്യ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ തല്ലി അമർത്തി അടിച്ചൊതുക്കി ഇല്ലാണ്ടാക്കിയിട്ട് ഇസ്ലാമിക് കൺട്രീൻ്റെ പേരിലും അല്ലെങ്കിൽ ശരിയ നിയമത്തിൻ്റെ പേരിലൊക്കെ ഇന്ത്യനെ അടിച്ചൊതുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സംഘികൾക്ക് ആ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ഫണ്ട്, അത് ഇൻവെസ്റ്റ്മെൻറ്റ് രൂപത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ പല സംഘി നേതാക്കന്മാരുടെയും മക്കളും മറ്റ് പല സംഘി നേതാക്കന്മാരുടെ തുള്ളിയെ തെറിച്ച ബന്ധക്കാർ മൊത്തം ഈ പറഞ്ഞ UAE-ലും ഖത്തറിലും തന്നെ ജോലി ചെയ്യുന്നത്.
അവിടുത്തെ വലിയ വലിയ പൊസിഷനിൽ ജോലി ചെയ്ത് അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവിടെ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മുടെ നാട്ടിലോട്ട് അയച്ച് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ആവശ്യവും അത്യാവശ്യവും. അവർ ചെയ്യുന്ന അതാണ്. നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം. പക്ഷേ ഈ നേതാക്കളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെയ്ഖ് ഹംദാനും അമീറും ഒന്നും ഇതറിയുന്നില്ല, അറിഞ്ഞിട്ടോ എന്തോ നമുക്കറിയില്ല. ഇവരൊക്കെ രാജ്യ തലവന്മാരാണ്. അവർക്ക് രാജ്യം വളരണം, ബിസിനസ് വളരണം, ഇതൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട കളികൾ എത്രയായാലും അത് മാറ്റാനൊന്നും ആരും വിചാരിച്ചാലും കാര്യമില്ല. ഇനിയിപ്പം ഖത്തറി അമീർ ഇവിടെ കൊണ്ട് ഇറക്കാൻ പോകുന്ന 10 മില്യൻ്റെ ബിസിനസ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇനിയിപ്പം ഈ നമ്മുടെ ഷെയ്ഖ് ഹംദാൻ ഇവിടെ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ പുതിയ പ്രൊജക്റ്റുകൾ എന്താണോ ഇതൊക്കെ വരാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുമോ? ഇതിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിൽ വരുമോ? തമിഴ്നാട്ടിൽ വരുമോ? കർണാടകയിൽ വരുമോ? ആന്ധ്രയിൽ വരുമോ? ഇവിടെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ വരാൻ പോകുന്ന എവിടെയായിരിക്കും? നമ്മുടെ ഗുജറാത്ത് മോഡലിലൊക്കെ. ഗുജറാത്തിലെ പണക്കാർക്കും അവിടുത്തെ ബിസിനസ്സുകാർക്കും വളരാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കും ഇതൊക്കെ. നിങ്ങൾ കണ്ടോ, ഈ പ്രൊജക്റ്റുകളൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഗുജറാത്തിലും പിന്നെ യു പിയിൽ മുസ്ലിങ്ങളെ ബീഫിൻ്റെ പേരിലും പള്ളിയുടെ പേരിലും ബുൾഡോസർ വെച്ചിട്ടും അല്ലാണ്ട് തച്ച് കൊന്ന് തീർക്കുന്ന യോഗി എന്നുള്ള ആ സ്ഥലത്തും മറ്റ് BJP ഭരിക്കുന്ന ബീഹാറിലും അതല്ലെങ്കിൽ ആന്ധ്രയുടെ ഒരു ഭാഗത്തും ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ പ്രൊജക്റ്റുകളൊക്കെ വരാൻ പോകുന്നത്. ഈ മില്യൺസിൻ്റെ പ്രൊജക്റ്റ്. അതല്ലാണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് എന്തോ, ഉത്തരേന്ത്യയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് എന്തോ, അതായത് കേരളത്തിൽ 50 കൊല്ലം മുമ്പത്തെ സാധനങ്ങളാണ് ഉത്തരേന്ത്യയിലെ ഇപ്പോഴത്തെ ഗ്രാമങ്ങളിൽ കാണാൻ പറ്റും. അതാണ് ഇപ്പോഴും കേരളം അങ്ങ് ഡെവലപ്മെൻറ്റ് മോഡലിൽ അങ്ങ് കുതിച്ചുയരുന്നതല്ല, പക്ഷേ എങ്കിലും അതാണ് അതിൻ്റെ സത്യം. പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ ഉത്തരേന്ത്യയിലൊരു പട്ടണം, ഒരു സിറ്റിയിൽ ചെന്നിട്ട് അവിടുത്തെ പണമുള്ള ആളുകളുടെ ജീവിത നിലവാരം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പണമുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം രണ്ടായിരിക്കും. അവരൊരുപാട് മേലെയായിരിക്കും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും അവരുടെ സേവിങ്സും അവരുടെ സ്വത്തും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പണക്കാരേക്കാളും മടങ്ങുകളായിരിക്കും. അതാണ് നമ്മുടെ മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയം, അതല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഡെവലപ്മെൻറ്റ് അതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ 40% വരുന്ന സമ്പത്ത് പൈസ ഉണ്ടല്ലോ, പൈസ GDPയുടെ പൈസ, ഈ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വെറും 2% ആൾക്കാരുടെ കയ്യിലാണ്. ബാക്കി 60% ഇന്ത്യയിലെ മൊത്തം 98% ആൾക്കാർക്കും വീതിച്ച് കിട്ടുന്നത്. ഈ ഒരു 2% ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് അദാനി, അംബാനി അല്ലെങ്കിൽ മോദിയുടെ മോദി അല്ലെങ്കിൽ മോദിജിനെ കൊണ്ട് ഇങ്ങനെ കുരങ്ങനെ പോലെ ഇങ്ങനെ ചാടിച്ച് കളിക്കുന്ന കുറേ പണക്കാരുണ്ട് ഇന്ത്യയിൽ. അവരുടെ കയ്യിലാണ് ഇന്ത്യയിലെ സ്വത്തിൻ്റെ 40% ഇന്ത്യയുടെ കാശുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാവാണ്ട് ഇപ്പോഴും BJPക്ക് വേണ്ടിയിട്ട് ചാണകം മേലി തളിച്ച് പശുമൂത്രം കുടിച്ച് ചാണകത്തിൽ ഇഴിച്ച് നടക്കുന്ന സംഘികൾക്ക് മാത്രമാണ് ഇത് മനസ്സിലാവാത്തത്. ഇത്രയും കാലമായിട്ട് അവർ ഈ ബീഫിൻ്റെ പേരിൽ കൊല്ലാനും കൊടുക്കാനും കൊപ്പക്കാനും എല്ലാ പരിപാടിക്കും ഇവർ നടക്കും. ഈ പറഞ്ഞ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാരും സ്വന്തക്കാരും മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ പല പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്ത് അവരുടെ കാശ് ഇവിടെയും കൊണ്ട് ഇവിടുത്തെ അങ്ങോട്ട് കാശ് കൊണ്ട് അവിടെ കൊണ്ടിട്ട് അവർ സുഖമായിട്ട് ജീവിക്കും. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖത്തറി അമീറും ഈ പറഞ്ഞ ഷെയ്ഖ് ഹംദാനും ഒക്കെ അവിടെ വരുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും. അത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഒരു കുറച്ച് സംഘിക്കൂട്ടങ്ങളായിട്ടുള്ള കുറേ മുതലാളിമാർക്ക്, അല്ലെങ്കിൽ കുറേ മുതലാളിമാർക്ക്, നമ്മുടെ ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കുറേ ഫണ്ട് ഉണ്ടാക്കാനും അത് വെച്ച് വീണ്ടും രാജ്യം ഭരിക്കാനുള്ള എന്തൊക്കെ ചെപ്പടി വിദ്യകളുണ്ട് അതൊക്കെ ചെയ്യാനുള്ള ഫണ്ട് എടുക്കാനും ഒക്കെ തന്നെയാണ്. ഗുജറാത്തിൽ 2015 മോദിജി ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് 100ഓളം സ്മാർട്ട് സിറ്റീസ്, അതിന് 2.5 ലക്ഷം കോടിയാണ് അന്ന് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് നീക്കി വെച്ചത്. ഈ 2.5 ലക്ഷം കോടിയും ചെലവാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഗുജറാത്തിൽ ആ പറഞ്ഞ 2015 മുതൽ 2024 വരെ ആകെ ഒരു സ്മാർട്ട് സിറ്റിയാണ് വന്നത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി പൈസ ചിലവായിട്ടുണ്ട്. അതാണ് ആ പൈസ എവിടെ പോയി? ഇതുപോലത്തെ ഫണ്ടുകളാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിലെ ഞാൻ പറഞ്ഞ ആ 2% ആൾക്കാർ, 40% ഇന്ത്യനെ കൈയടക്കി വെച്ചിട്ടുള്ള 2% ആൾക്കാരുടെ പോക്കറ്റിലോട്ട് ഒഴുകുന്നത്. അതാണ് അദാനിയും അംബാനിയും. അതൊക്കെ വെറും എക്സാമ്പിൾസ് മാത്രം. അങ്ങനെ 100 കണക്കിൽ പണക്കാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ
വിലസുന്നതും അവർ കൊടുക്കുന്ന ഇലക്ട്രോൾ ബോണ്ടായിട്ട് നമ്മുടെ ഈ പറഞ്ഞ BJP സർക്കാർ ഏറ്റവും കൂടുതൽ ആ പണം വെച്ചിട്ടാണ് MLA-മാരെ വാങ്ങുന്നതും MP-മാരെ വാങ്ങുന്നതും ഈ സാധിച്ച സകല എന്താ പറയുക വോട്ടിംഗ് സിസ്റ്റത്തിന് അട്ടിമറിക്കും. എന്തായാലും പൊളിയാണ് കാര്യങ്ങൾ, നല്ല സ്റ്റൈലായിട്ടാണ് പോകുന്നത്. പൊട്ടന്മാരായിട്ടുള്ള ബാക്കി കുറേ ആൾക്കാരെ കഷ്ടം.